പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനഘയാണെങ്കിൽ അബീനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനഘ വിളിക്കുന്ന കാണുമ്പോൾ തന്നെ അബിക്ക് ദേഷ്യമാവുന്നുണ്ട്. അബി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഈ ചെകുത്താൻ എന്തിനാണ് ഇനിയും വിളിക്കുന്നതെന്ന് കേട്ടോ. എന്നിട്ടാണ് കോൾ എടുക്കുന്നത്. അപ്പോൾ കോൾ എടുക്കുമ്പോൾ തന്നെ അനഘ ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയോ എന്ന്. അപ്പോൾ അബി പറയും എല്ലാവരും പോകാൻ നിൽക്കുന്നേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അനഘ അതെന്തേലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അബീനെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്ന കണ്ടുകൊണ്ട് ഇങ്ങനെ നവ്യാണെങ്കിൽ റൂമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അബി പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. നവ്യാണെങ്കിലും അബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങാൻ സമയമായപ്പോൾ നീ എന്താ ഇവിടെ വന്ന് മാറി നിൽക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും ഭയങ്കര സ്നേഹത്തിലൊക്കെ നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, അത് ഇങ്ങനെ നീ പോകുന്നു കണ്ടാൽ ചിലപ്പോൾ എനിക്ക് അങ്ങ് പിടിച്ച് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല, എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നവ്യയ്ക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നീ എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നിട്ടാണോ നീ എനിക്ക് മുല്ലപ്പൂ വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് വെറും കൈയോടെ ഇങ്ങനെ മറ്റാരേക്കോ കണ്ട് കയറി വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും നിന്നെ ഞാൻ ഇടയ്ക്ക് കാണാൻ വരുന്ന സമയത്ത് ഒരു 10 മുഴം മുല്ലപ്പൂ കൊണ്ട് നിൻ്റെ അടുത്തേക്ക് ഞാൻ വരുള്ളൂ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നീ എനിക്ക് മുല്ലപ്പൂ ഒന്നും കൊണ്ടുവരേണ്ട, ഇടയ്ക്ക് എന്നെ ഒന്ന് കാണാൻ വന്നാൽ മാത്രം മതി എന്ന് പറയട്ടെ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇനി നിൻ്റെ ഡെലിവറി കഴിയുന്നവരെ ഞാൻ എന്തായാലും നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ വരില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും പറയുക, അതെന്ത് ചോദ്യം നവ്യെ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും നീ വാ, എനിക്ക് ഇറങ്ങാൻ സമയമായി എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നവ്യനെ പിടിച്ച് ഇങ്ങനെ മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇങ്ങനെ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നവ്യനെ അങ്ങ് ചേർത്ത് പിടിക്കുമ്പോൾ നവ്യയ്ക്ക് നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ടായിരുന്നു. പിന്നീട് കനകയും ഗോവിന്ദനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവേനെ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവേനയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. അപ്പോൾ അത് കാണുന്ന കനക ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശമോൻ്റെ അമ്മയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷവും ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പം മരുമകളെ ഞങ്ങളുടെ കൂടെ വിടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ വിടണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ദേവേന് പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, പിന്നെ ആദർശിൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമാണ് എന്ന് പറയും. അപ്പോൾ അവളിങ്ങനെ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ ഇവിടെ ഒറ്റപ്പെട്ട് നടക്കും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അതെന്താ ദേവേനി ഇവിടെ മറ്റാരും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ അവനെ ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്തായാലും കനകയ്ക്കാണെങ്കിലും അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള സ്നേഹമൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ ദേവയാനി അതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം അനി വന്നിട്ട് ഇങ്ങനെ നന്ദൂരം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക അത് തട്ടിയിട്ട് ഗോവിന്ദന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും അനിയനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മോൻ്റെ ഭാര്യയും ഈ ഫംഗ്ഷന് കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, അതെന്താ അവൾ വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അത് ഇവൻ്റെ ഭാഗത്തും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറയുകയാണ്. ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇവൻ മോളെ വിളിച്ച് കാണില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചാലും അവൾ വരില്ല, പിന്നെ ഞാൻ എന്തിനാണ് വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനോടാണെങ്കിലും അനി പറയുകയാണ്. അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ. പിന്നെ അത് മാത്രമല്ല, ആ കുട്ടിയുടെ അഹങ്കാരത്തിനും എല്ലാം കൂട്ടു നിൽക്കുന്നത് അവളുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്, അതൊന്നും പറഞ്ഞു തിരുത്താൻ അവർ ശ്രമിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും നയനി ആദർശം കൂടെ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും നയന വരുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, മോള് 2 ദിവസം മാത്രം അവിടെ നിന്നാൽ മതി കേട്ടോ, മോളെ എവിടെയും ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും അതിന് മുന്നേ ദേവേനോട് സംസാരിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, നൈനമോള് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീട് ഉറങ്ങിയ പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. മോളെ രാവിലെ കാഴ്ച കാണുന്നതും ഒക്കെ ഒരു നല്ല കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നൈന വീട്ടിലില്ലാത്ത, ഇപ്പോൾ നൈന ഓഫീസിലേക്ക് പോവുകയാണല്ലോ, അപ്പോൾ ദേവേന അത് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അല്ലെങ്കിലും നൈന വീട്ടിലില്ലല്ലോ, രാവിലെ ആയാൽ ആദർശിൻ്റെ കൂടെ ഓഫീസിലേക്ക് പോവല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും വൈകിട്ട് മോള് വരുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മോള് കുറേ ദിവസം ഒന്നും അവിടെ നിൽക്കേണ്ട, 2 ദിവസം നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ അവരും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ദേവയാനിയാണെങ്കിലും നൈനിനോട് പറയുന്നുണ്ടായിരുന്നു, ഇനി അവിടെ ചെന്നിട്ട് ഇങ്ങനെ കൂടുതൽ ഡിമാൻഡ് ഇടാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നൈന ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും. അതെന്താണെന്നൊക്കെ നിനക്കും അറിയാം, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ കനയ്ക്കാണെങ്കിലും ഇങ്ങനെ ദേവയാനി പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, വെറുതെ പറയുകയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കനകയുടെ മുഖത്തും കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം, അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവൾ 2 ദിവസത്തിനല്ലേ അമ്മയെ പോകുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൾ 2 ദിവസം പോയി നിന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പിന്നെ എന്തായാലും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും അവർക്ക് പോകാനായില്ലേ എന്ന് പറയണം. അപ്പോഴേക്കും നവ്യ അബിയും കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നവ്യനെയാണെങ്കിലും അബി ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ചേർത്ത് പിടിച്ചാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ തന്നെയാണ്, അതുകൊണ്ട് മോള് അധികം ഭക്ഷണമൊന്നും കഴിക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ഭക്ഷണം നല്ല ഇഷ്ടമാണെന്ന് ഇയാൾക്ക് അറിയാലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയും. പിന്നീട്
ജലജേനെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു. അപ്പോൾ നവ്യ പോവാനായിട്ട് നിൽക്കുകയാണല്ലോ, അപ്പോൾ എവിടെ നിൻ്റെ അമ്മായിയമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ കനകല്ല ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, മോള് പോവാറായപ്പോൾ നീ എന്താ ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ എനിക്ക് എന്താ ഒളിച്ചിരിക്കേണ്ട ആവശ്യം എന്നൊക്കെ ജലജയും പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇറങ്ങാൻ സമയമായല്ലോ, ഇറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരെല്ലാവരും യാത്ര പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ദേവേനിക്കാണെങ്കിലും നൈന പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ആ സങ്കടത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. നൈനയാണെങ്കിലും അങ്ങ് പോവാനായിട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞിട്ടും തിരിഞ്ഞ് നിന്ന് ദേവയാനീനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് കേട്ടോ. പിന്നീട് അവരങ്ങ് കാറിൽ കയറി പോവാണ്. അബിയാണെങ്കിലും അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് മുത്തശ്ശൻ അവിടെ നിൽക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് പോലും നീ അതിൽ പങ്കെടുക്കാൻ ഇങ്ങനെ നേരത്തെ വന്നില്ല, ഇനി ഇതുപോലെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അബീനെ ഒന്ന് ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് അബി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ദേവയാനീനോടും പറയുന്നുണ്ടായിരുന്നു, ദേവേനീനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നിൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയല്ലേ കനകയും ഗോവിന്ദനും, അപ്പോൾ അവരോടൊന്ന് മാന്യമായിട്ടൊക്കെ സംസാരിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ദേവയാനീനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈനമോള് ഇങ്ങനെ ഇപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല ദേവയാനിയാണെങ്കിലും മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് കേട്ടോ, അവൾ പോയതിൻ്റെ സങ്കടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, അപ്പോൾ അതൊന്നും അച്ഛനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെയാണ് കേട്ടോ ദേവയാനി മനസ്സിലോർക്കുന്നത്. പിന്നീട് നവീൻ നൈനയും എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ മൂത്ത മോൾക്ക് ഇങ്ങോട്ട് വരുന്നതിൻ്റെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ രണ്ടാമത്തെ മകൾക്ക് ഇവിടെ വന്ന് നിൽക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്ന് വന്നപ്പോഴെന്തോ അവളുടെ മുഖത്തൊരു വലിയ സന്തോഷമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ സന്തോഷക്കുറവൊന്നുമില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ മോള് അവിടെ നിൽക്കുന്നതിൽ ഇങ്ങനെ മോളുടെ അമ്മായിയമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ, മോളെ അങ്ങനെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ മോളുടെ അമ്മായിയമ്മയ്ക്ക്, അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അമ്മായിമ്മമാരോടൊക്കെ പോകാൻ പറയേ, ആദർശേട്ടന് നൈനയോട് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് ആദർശേട്ടനെ പിരിഞ്ഞിരിക്കുന്നതിൽ ഇങ്ങനെ നൈനയ്ക്ക് വിഷമം കാണും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ മോള് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും, കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് പറയുമ്പോൾ നൈന പറയുകയാണ്, ഞാൻ 2 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മേ അവിടെ നിന്ന് വന്നത് എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ദിവസം നിൽക്കുന്നതിൽ ഇങ്ങനെ ആദർശം മോന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ മോൾക്ക് എന്താ നിന്നാൽ അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ കനക. അപ്പം നൈനിയാണെങ്കിലും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം നന്ദു ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. ദേവയാനിയാണെങ്കിലും നൈന പോയ വിഷമത്തിൽ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജയൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ ദേവയാനി നിനക്ക് ഇങ്ങനെ ഒരു വിഷമം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയും. അല്ല ഇന്ന് 2 മരുമക്കൾ ഇവിടുന്ന് പോയതിൻ്റെ വിഷമമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണെന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമമില്ല, അല്ലെങ്കിലും ഞാനാണല്ലോ ഈ വീട്ടിലെ അടുക്കളപ്പണി മൊത്തം ചെയ്യുന്നത്, 2 പേര് ഇവിടുന്ന് പോയാൽ അത്രയും ആശ്വാസമായി എന്നൊക്കെ ഇങ്ങനെ ജയനോട് പറയുമ്പോൾ ഇവിടെ 4-5 ജോലിക്കാരുണ്ടായിരുന്ന ഒരു വീടാണല്ലോ, പിന്നെ നീ എന്തിനാ അങ്ങനെ ഇപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസമാണ് ഒരു ജോലിക്കാരി വന്നിട്ട് പോകുന്നത്, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടല്ലോ ശരീരമാണെങ്കിൽ ജോലി ചെയ്യണമെന്ന്, അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ അടുക്കളപ്പണി ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല എന്നും കൂടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ നൈന പോയാൽ ഇങ്ങനെ ജയന് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ പോലെ നൈനമോള് ഇവിടുന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മറ്റാരും മാറി നിന്നാലും അത്രയ്ക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നൈനമോള് ഇവിടുന്ന് മാറി നിന്നാൽ അതിങ്ങനെ എല്ലാവർക്കും വിഷമം തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ജയേട്ടനെ പോലെ തന്നെയാണ് ആദർശിൻ്റെ കാര്യം, അതുകൊണ്ടാണ് ഇങ്ങനെ അവൾ പോയാൽ എനിക്ക് അവളോട് ദേഷ്യം എന്ന് പറയുകയാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ അവൾ ഇവിടുന്ന് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയത്, അതുകൊണ്ടാണ് എനിക്ക് അവളോട് ദേഷ്യമുള്ളത്, അല്ലാതെ അവൾ ഇവിടുന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ജയനാണെങ്കിലും ദേവേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നവ്യ ഒരു കുഞ്ഞുമായിട്ടായിരിക്കും ഇങ്ങോട്ട് തിരിച്ചു വരിക, അതേസമയത്ത് നമ്മുടെ മരുമകളോടും മകനോടൊക്കെ നീയല്ലേ ഈ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്, അവർക്കൊരു കുഞ്ഞ് വേണ്ടേ എന്നുള്ളതിലൊക്കെയാണ് കേട്ടോ ജയൻ സംസാരിച്ച് വരുന്നത്. അപ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു, ജയേട്ടന് വേണമെങ്കിൽ ആദർശിനോട് സംസാരിച്ചോ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആദർശിനോട് സംസാരിക്കുന്ന സമയത്ത് നീയല്ലേ നിൻ്റെ മരുമകളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു, ഞാനൊന്നും പറയാൻ പോകുന്നില്ല, ജയേട്ടൻ വേണമെങ്കിൽ ഇങ്ങനെ ആദർശിനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയൂ കേട്ടോ. ജയനാണെങ്കിലും നയന അവിടുന്ന് പോയാൽ വലിയ വിഷമമുണ്ട് എന്നൊക്കെ തുറന്നങ്ങ് പറയുന്ന സമയത്ത് കണ്ടോ ഇപ്പോൾ ജയേട്ടനും അവൾ ഇവിടുന്ന് പോയാൽ നല്ല വിഷമല്ലേ, അതുപോലെ തന്നെയായിരിക്കും ആദർശിൻ്റെ കാര്യം, അതുകൊണ്ടാണ് അവൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് വലിയ വിഷമം, അല്ലാതെ അവൾ പോയാൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാനിങ്ങനെ
സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ദിവ്യേനോടാണെങ്കിലും ജയൻ പറയുന്നുണ്ടായിരുന്നു, ആദർശിന് ഇപ്പോൾ നയനിനെ കാണണമെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് പോവാലോ, ഇനി അവിടെ കുറച്ച് ദിവസം പോയി നിൽക്കുകയും ചെയ്യാലോ എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ അന്തസ്സിന് ചേർന്നാണോ എന്നൊക്കെ ഇങ്ങനെ ദിവ്യേനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഭാര്യ വീട്ടിൽ പോകുന്നതുകൊണ്ടും അതുപോലെ ഇങ്ങനെ അവിടെ പോയി നിൽക്കുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല, അതൊക്കെ നാട്ടു നടപ്പല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാത്രമല്ല, അവരിപ്പോൾ നല്ലൊരു വീട്ടിലാണല്ലോ നിൽക്കുന്നതെന്ന് പറയുകയാണ്. നല്ലൊരു വീട് ആദർശം എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഇനിയിപ്പോൾ അവരുടെ പേരിലെങ്ങാനും ആ വീട് വാങ്ങിച്ചു കൊടുത്തോ എന്നിങ്ങനെ ദിവ്യേനെ ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ അവരുടെ പേരിൽ വാങ്ങിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്കും ലക്ഷങ്ങളുടെ പ്രോഫിറ്റ് എന്തായാലും നൈനമോള് ആയിട്ട് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ നേടി തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവേനെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നൈന പോയതിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ദേവേനിക്ക്. പിന്നീട് അനഘയും അപ്പിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അനഘയാണെങ്കിലും കുഞ്ഞിനെ ഏറ്റെടുക്കണം തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബിയാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, നീ എൻ്റെ സാഹചര്യം മനസ്സിലാക്കണം, ഞാനിപ്പോൾ ഒരു വിവാഹത്തിന് ഒരുങ്ങിയപ്പോഴല്ലേ നീ വന്നത്, അതിന് മുന്നേ നീ വരികയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും കുഞ്ഞിനെ ഏറ്റെടുത്തേനെ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം അനഘ പറയുന്നുണ്ടായിരുന്നു, നീ അങ്ങനെയൊന്നും പറയണ്ട, നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഇപ്പോൾ ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും നീ മറ്റ് പെൺകുട്ടികളുടെ പിറകെ പോകുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും നീ ഇങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ മോളോട് ഇങ്ങനെ കുഞ്ഞിൻ്റെ അച്ഛനാരാന്ന് എനിക്ക് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, മോളുടെ അച്ഛനൊരു കൊട്ടാരം പോലുള്ള വീട്ടിലാണ് താമസിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനി എനിക്ക് മോളുടെ അച്ഛൻ ആരാണെന്നൊക്കെ പറയേണ്ടി വരും, അതെന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ, ഇനി എനിക്ക് അധികം നാളൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ തലയ്ക്കാണല്ലോ പ്രശ്നം, അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മക്കുറവും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ ഇങ്ങനെ ഒരു സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കണം, എന്തായാലും നീ കുഞ്ഞിനെ ഏറ്റെടുത്തേ പറ്റുള്ളൂ, അല്ല നിൻ്റെ കല്യാണം എന്നേക്കാണ് എങ്ങനെ ഉറപ്പിച്ചത്, എൻഗേജ്മെൻറ്റ് എന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അബി പറയും, എൻഗേജ്മെൻ്റ് ഇല്ലാതെ ഒരു കല്യാണം നടത്താനാണ് ഇങ്ങനെ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ, പെട്ടെന്ന് തന്നെ കല്യാണം നടത്താനുള്ളതായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം അതിന് മുന്നേ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ അനഘ പറയുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അനഘ പറയുന്നുണ്ടായിരുന്നു, നീ ഇനി എന്നെ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നാളെ പോവേണ്ട ഞാൻ ഇന്ന് തന്നെ പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ എൻ്റെ കഥകൾ ഇങ്ങനെ എല്ലാം അറിയുന്ന പലരും ദുബായിലുണ്ട്, അതുകൊണ്ട് നീയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് അറിയുന്ന പലരും ഉണ്ട്, ഞാനങ്ങ് പോയി കഴിഞ്ഞാലും അവർ നിൻ്റെ മുത്തശ്ശനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞോളും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അബിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.